എന്താ ചോദിച്ചേ? നിന്റെ അടുത്ത് നടന്നു പോകാനും അമ്മയുടെ ജീവൻ പെട്ടെന്ന് പോകണേന്ന് വിചാരിച്ച് ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നീ ഇത് പിടിച്ചു നിർത്തിയില്ലേ? ജീവിക്കാനുള്ള ആഗ്രഹം അമ്മയുടെ മനസ്സിലുണ്ടാക്കി തന്നില്ലേ? നിന്നെപ്പോലെ സ്നേഹമുള്ളൊരു മോളെ വിട്ട് ഒരമ്മയ്ക്ക് പോകാൻ പറ്റുമോടി? എനിക്ക് നിന്നെ സ്നേഹിച്ച് ഇപ്പോഴും കൊതി തീർന്നിട്ടില്ല. ശരി, ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ, എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ഇതുപോലെയുള്ള പണികളൊന്നും ചെയ്യുന്നത് ഞാൻ കാണരുത്, കേട്ടല്ലോ? അമ്മയ്ക്ക് വേണ്ടി എന്ത് ജോലി ചെയ്യാനും ഞാൻ തയ്യാറാ. എത്ര കഷ്ടപ്പെടാനും ഞാൻ തയ്യാറാ. അമ്മ എന്നും എന്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. അമ്മയുടെ മോള് തളരാതെ നിൽക്കേണ്ട സമയമാണ്. ആ, ഒരിക്കല് ഞാൻ അനിയ സാറുമായിട്ട് നാഗക്ഷേത്രത്തിൽ പോയപ്പോ എന്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റി. എന്റെ കയ്യിലിരുന്ന കലശക്കുടം അറിയാതെ നാഗദേവതകളുടെ പ്രതിഷ്ഠയ്ക്ക് മുകളിലേക്ക് വീണു. അതിന് അന്ന് തന്നെ അനിയൻ സാറ് പറഞ്ഞ പരിഹാരക്രിയകളൊക്കെ ചെയ്തതാണല്ലോ. അല്ല മോളെ, അതിനുശേഷം പുഴിയോരം വീട്ടിൽ വെച്ച് നീ നാഗത്തെ കണ്ട് പേടിച്ചതല്ലേ? അന്ന് കൃഷ്ണ ഒരു ചരട് കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ കെട്ടിത്തന്നായിരുന്നല്ലോ. ആ ചരട് എവിടെ? എന്റെ മമ്മിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അവള് തന്ന ചരട് കെട്ടിയത് കൊണ്ടാണോ ഈ നാഗങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നത്? അവള് ചരടും കൊണ്ടുവന്നു, നാഗങ്ങൾ ഒഴിഞ്ഞു പോയപ്പോ ആ ക്രെഡിറ്റ് അവളങ്ങ് എടുക്കുകയും ചെയ്തു. ആയിക്കോട്ടെ, എന്നാലും ആ ചരട് എവിടെ? അവളുടെ പേര് കേൾക്കുന്നതോ കാണുന്നതോ പോലും എനിക്ക് ഇഷ്ടമല്ല. പിന്നെയാ അവള് ജപിച്ച് എനിക്ക് കൊണ്ടുവന്ന ആ ചരട്. മമ്മി, അത് നവീനും ഞാനും ഒന്നിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ചരടൊന്നും അല്ല. ഞങ്ങള് തമ്മിൽ പിരിയാൻ വേണ്ടി അവൾ ഏതോ ദുഷ്ടമന്ത്രവാദം ചെയ്തു കൊണ്ടുവന്ന ചരടാ. എനിക്കത് അന്നേ സംശയം ഉണ്ടായിരുന്നു. ആ പിന്നെ മമ്മി, എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്നറിയോ? ആ അനിയ സാറ് എന്തിനാ അവളെ ഇങ്ങനെ സ്നേഹിക്കുന്നേ? കൂടെ നിന്നപ്പോ എനിക്കറിയാം, അനിയ സാറ് ഒരു മകളുടെ പരിഗണനയാ അവക്ക് കൊടുക്കുന്നത്. ഞാനത് അനുഭവിച്ചതല്ലേ. മോളെ, ചരട് എവിടെയാ വെച്ചിരിക്കുന്നത്? അതെവിടെ നഷ്ടപ്പെട്ടു നിങ്ങൾ പറഞ്ഞതാ? മമ്മി വീണ്ടും വീണ്ടും അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? അത് പോയി, അത്ര തന്നെ. അനിയ സാറിന്റെ കാര്യം പറഞ്ഞു തീർത്തില്ലല്ലോ. മമ്മി എനിക്ക് പറഞ്ഞു തന്നത് എന്റെ അച്ഛൻ ഒരു ക്രൂരനാണെന്നാ. പക്ഷേ അനിയ സാറുണ്ടല്ലോ, ഒരിക്കലും അങ്ങനെയല്ല. നിഷ്കളങ്കമായ ചിരിയാ. അനിയ സാറ് ചിരിച്ചും കളിച്ചും അടുത്തോട്ട് വരുമ്പോ എനിക്ക് ശരിക്കും ഒരച്ഛന്റെ വാത്സല്യം കിട്ടുന്നുണ്ടായിരുന്നു. അതെന്താ മമ്മി അങ്ങനെ തോന്നാൻ? എനിക്കറിയില്ല. എനിക്കൊരു സംശയം തോന്നി പിന്നെ ഞാൻ ആരോടാ ചോദിക്കുന്നത്? അനിയ സാറിന്റെ അടുത്ത് നിൽക്കുന്ന എല്ലാവർക്കും അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവോ? അതോ എനിക്ക് മാത്രം തോന്നിയതാണോ? എന്തായാലും ശരി, നല്ല മനുഷ്യനാ, വലിയ മനുഷ്യനാ. മോളെ, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, അത്യാവശ്യമായിട്ട് എനിക്കത് ചെയ്തു തീർക്കണം. എങ്ങോട്ടാ മമ്മി? അവിടെ നിക്ക്. അനിയ സാറിന്റെ കാര്യം എനിക്ക് ഒരുപാട് പറയാനുണ്ട്. എന്റെ ജോലിക്ക് അവധി കൊടുക്കാൻ എനിക്ക് പറ്റില്ല. ചെയ്യേണ്ട സമയത്ത് ചെയ്തു തീർത്തേ പറ്റൂ. അതെടുക്ക്. വേണ്ട, ഫോണിൽ സംസാരിക്കണ്ട. ആരാ നോക്ക്. മൂർത്തി സാറാ. ഇങ്ങതാ. ഹലോ, എങ്ങനെയുണ്ടോ ഇപ്പോ? ഡോക്ടർ ഇപ്പോ വന്ന് പോയതേ ഉള്ളൂ. ഭേദമുണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങോട്ട് നേരിട്ട് വരാൻ പറ്റില്ല. കണ്ടീഷൻ എന്താണെന്ന് തനിക്കറിയാലോ. ഹോസ്പിറ്റലിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ചാർജ് ചെയ്തു പോയാലും തന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കോളാം. ശരി സാറേ. പിന്നെ തന്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഇട്ടിട്ടുണ്ട്. 2-3 മാസം കിടപ്പിലായി പോയാലും അത് മതിയാകും. പിന്നെ പോലീസുകാരെങ്കിലും വന്ന് ചോദിച്ചാ എന്താ പറയണ്ടെന്ന് കൃത്യമായി അറിയാലോ. ഒരു തെറ്റും നിനക്ക് പറ്റിപ്പോകരുത്. എല്ലാവരും ഒരുമിച്ച് കൊടുക്കും. സാർ എന്നെ വിശ്വസിച്ചു. എനിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തതല്ലേ. ഇത് പെട്ടെന്ന് ഭേദാവും സാറേ. എന്നിട്ട് സാറിന്റെ ഏത് കാര്യത്തിനും എന്നെ വിളിച്ചോളൂ. ആയിക്കോട്ടെ, ഇടയ്ക്ക് ഞാൻ വിളിച്ചോളാം. ഒന്ന് വേഗം പോ മോളിക്കുട്ടി. മാമ, കാര്യം എന്താന്ന് എന്താ ഞങ്ങളോട് പറയാത്തെ? അതൊക്കെ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല.
എനിക്കൊരു സംശയം തോന്നിയിട്ടുണ്ടെങ്കിലേ അത് വെറുതെ അല്ല. മാമനത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം. കൃഷ്ണ എന്താടി സംഭവം? ഒന്ന് നേരെ നോക്കി വണ്ടി ഓടിക്കുമ്പോൾ കുട്ടി കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ ഗോപാലേട്ടാ, വിശേഷമൊക്കെ പിന്നെ പറയാം. എനിക്ക് നീ ഒരു ഉപകാരം ചെയ്യണം. എന്താ? നീ ഒരു 2-3 ആൾക്കാരെയും കൂട്ടി പെട്ടെന്ന് ഞാൻ പറയുന്ന ഹോസ്പിറ്റലിലേക്ക് വരണം. ഏത് ഹോസ്പിറ്റലാ? അതിവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. എടാ, നീ എത്രയും പെട്ടെന്ന് ഇങ്ങ് എത്തിയാ മതി കേട്ടോ. പിന്നെ കൂടെ ആളുണ്ടാകണം. ഓക്കെ? ആ, വേഗത്താൻ നോക്കാം. എന്തിനാ ആൾക്കാരെയൊക്കെ വിളിക്കുന്നേ? ആവശ്യം വരും. ഒരുപാട് ആളുകളുടെ ആവശ്യമുണ്ട്. അവിടെ ചെല്ലുമ്പോ മോള് കണ്ടോ? ചേച്ചി ഒരു കാര്യം ചെയ്യും, ഇപ്പൊ തന്നെ ലാബിലേക്ക് പൊക്കോളൂ. ആ ശരി. ഞാനിപ്പോ വരാം. ലാബിലൊന്ന് പോയിട്ട് വരാം.